പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേ. മഹത്വം ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിട താടുവണങ്ങിട ആശ്രയിച്ചിട ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, സ്വർഗ്ഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ വിവിധ സമയങ്ങളിൽ മരിയൻ ഉടമ്പടിയെടുത്ത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഈ ആൾക്കാരെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ഭാരങ്ങളില്ല. ആരാധിച്ചിട താടുവണങ്ങിട ആശ്രയിച്ചിട ദിവ്യകാരുണ്യത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജപമാല റാലി കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്താൽ മാതാവിൻ്റെ സാന്നിധ്യത്തിലെ മാധ്യസ്ഥതയിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളോടെ സമാപിച്ച ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മുടെ ശുശ്രൂഷയിൽ വീണ്ടും കുറച്ചുകൂടി ഗൗരവതരമായി ഭാഗവാക്കാകുന്നത്. ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ ദേവമാല റാലിയിൽ കേൾക്കുകയും പറയുകയും എപ്പോഴും ആൾക്കാരത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ സ്പർശിച്ച ഒരു ഇൻസിഡൻ്റ് എന്ന് പറയണത്, നമ്മളിവിടുന്ന് പോയി അർത്തിങ്കപ്പടിയിൽ അങ്ങനെ നിറഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ബ്ലോഗർ ആ മഹാസമുദ്രത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ചേടത്തിയോട് മേക്ക് കാണിച്ചിങ്ങനെ ചോദിക്കോ, അവിടുന്ന് ഇവിടം വരെ നടന്നില്ലേ, ഇപ്പോഴെന്ത് തോന്നുന്നു ചോദിക്കും. അപ്പോൾ അവർ പറയുന്നൊരു ഉത്തരവുണ്ട്. ഒരു സാധാരണ ഒരു വീട്ടമ്മ ചേച്ചിയാണ്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന ഉത്തരവുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം ആരോ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നണുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് ജനകീയമായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് സത്യമായൊരു കാര്യമാണ്. പലർക്കും അങ്ങനെ പറയാൻ കഴിയണില്ലെന്നേ ഉള്ളൂ. ആൾക്കാർക്കെല്ലാം അനുഭവങ്ങൾ സെയിമാണ്. പക്ഷേ ചിലർക്കത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണില്ല. എന്തോ സംഭവിക്കുന്നുണ്ടോ. എല്ലാ മേഖലയിൽ ചെല്ലുമ്പോഴും എക്സ്പീരിയൻസ്. ഇപ്പോൾ ഓഫീസിൽ ചെന്നാലും ഫയല് പെൻഡിങ് ആയ ഫയലായാലും വിൽക്കാൻ പറ്റാത്ത പുരയിടമായാലും എല്ലായിടത്തും അമ്മ ഇങ്ങനെ ഒരു സാന്നിധ്യമായി നമുക്ക് വേണ്ടി നിൽക്കുന്ന പോലെയുള്ളൊരു അനുഭവമാണ് ആൾക്കാർ സാക്ഷ്യങ്ങളിലൂടെ പറയണത്. ഇന്നലെ ഒരു രസകരമായ സാക്ഷ്യമുണ്ടായി. രസകരം വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളി സഹോദരനാണ്. അയാളുടെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ്. അയാൾ ഈ എറണാകുളം സൈഡിലുള്ള എറണാകുളം പശ്ചിമ കൊച്ചിയിലുള്ള ആളാണ്, പുത്തൻതോട്. ഫ്രാങ്ക്ലിൻ്റെ അനുഭവം അതിനേക്കാൾ വ്യത്യസ്തമാണ്. അതായത് ഞാൻ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഉടമ്പടിയുടെ റേഞ്ചാണ്. അതായത് ഈ മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾ കോരുവള്ളമുണ്ട്, കാരിയർ വള്ളമുണ്ട്. കാരിയർ വള്ളം എന്ന് പറയുന്നത് കോരുവള്ളത്തിൻ്റെ 10-60 പേര് കോരുവള്ളത്തിൽ കാണും. അപ്പോൾ അത് ചരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കോരുവള്ളം തന്നെ തീരത്ത് വന്ന് ചരക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഒരു മീൻ പണിയേ കിട്ടത്തുള്ളൂ. അത് കാരണം അവരെല്ലാവരും തന്നെ കാരിയർ എന്ന് പറഞ്ഞ് കാലി വള്ളം കൊണ്ടുപോകും. കാലി വള്ളത്തിൽ 5 പേരുണ്ടാവും, എൻജിൻ ഡ്രൈവർ ഉൾപ്പെടെ. അപ്പോൾ ഒരു കോരി കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ കാരിയർ വള്ളത്തിലേക്ക് ചരക്ക് മറച്ചിട്ടിട്ട്, കാരിയർ വള്ളമാണ് കച്ചവടത്തിന് വേണ്ടി കരക്ക് വരുന്നത്. കോരുവെള്ളം കടലിൽ കിടന്ന് അപ്പോഴും അടുത്ത സെക്ഷനിൽ കോരിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ആൾ കാരിയർ വള്ളത്തിലാണുള്ളത്. പക്ഷേ ഇവർ കുറച്ച് ചരക്കുണ്ടായിരുന്നു, അത് കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കാരിയർ വള്ളത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ 5 കക്ഷികൾ, നമ്മൾ അങ്ങനെയാണല്ലോ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി. അവർ 6 പേര് ഉറങ്ങിപ്പോയി. പക്ഷെ ഇയാൾ ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി സൈഡിലോട്ട് പോയി. ഉറക്കമാണെങ്കിലും ഉറക്കുന്നതിന് ഇടയിൽ ഇരുന്നിട്ടപ്പോൾ ആ പുറകിൽ പോയി ഇവർ മൂത്രമൊഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇവർ തെറ്റി കടലിൽ വീണു. ഈ മനുഷ്യൻ കടലിൽ പോയിട്ട് ആരും അറിഞ്ഞില്ല. വള്ളം ഇങ്ങനെ എഞ്ചിൻ വിട്ട് പോവുകയും ചെയ്തു. കുറേ
നേരം കഴിഞ്ഞപ്പോഴാണ് ആൾ മിസ്സാകണ കാര്യം അറിയണത്. അപ്പോൾ അവരുടെ കയ്യിൽ എണ്ണയുമില്ല, എണ്ണയും തിരിച്ചോടിക്ക് വരാനുള്ള എണ്ണയില്ല. പിന്നെ വേറെ വയർലെസ്സിൽ വേറൊരു വള്ളത്തെ ബന്ധപ്പെട്ട് അവർ വരുത്തി അവർക്ക് ഇന്ന് കടലിൽ വെച്ച് എണ്ണ വാങ്ങിച്ചിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ അയാൾ മരിച്ചു പോയില്ല, വെള്ളത്തിലല്ലേ. അപ്പോൾ അയാളെ ഡെഡ് ബോഡി എങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കരയിൽ വരുമ്പോൾ ഭയങ്കര യുദ്ധം നടക്കും. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നൊന്നും കിട്ടത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല, ഭയങ്കര സീരിയസ് പ്രശ്നമാണത്. അപ്പോൾ അവർ കടലിൽ നിന്ന് എവിടെയെങ്കിലും ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടേ പോരത്തുള്ളൂ, എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും. അവർ തിരിച്ച് ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10-25 കിലോമീറ്റർ തിരിച്ച് വള്ളം വരുമ്പോൾ ഈ ഒരു പായലിൻ്റെ ഇടയ്ക്ക് അരികിൽ ആ മനുഷ്യർ കഷണ്ടിയായ കാരണം തലമുടി പോലും കാണത്തില്ല. പക്ഷേ എങ്കിലും ഈ റോസ് ഷർട്ട് ഇട്ടിരിക്കണ കാരണം ആ റോസിൻ്റെ ഒരു വര കാണാം. ആദ്യം ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിങ്ങനെ എനിക്ക് നീന്തി കുഴഞ്ഞപ്പോൾ കടലല്ലേ, പിന്നെ ഒരുപാട് വള്ളങ്ങളൊന്നുമില്ല സഹായിക്കാൻ, വീണുപോയില്ലേ. അപ്പം നീന്തി പരമാവധി നീന്തിയിട്ട് എങ്ങോട്ട് നീന്തിയിട്ട് എന്ത് കാര്യം, ഒരു പ്രയോജനമില്ല, കര കാണാത്ത കടലിൽ കിടക്കുകയാണ്. അവസാനം മസിൽ പിടിച്ച് നീന്തി തണുത്ത വെള്ളത്തിൽ നീന്തി കഴിയുമ്പോൾ തൊടയുടെ മസിൽ വെട്ടിക്കയറും, പിന്നെ കാലനങ്ങത്തില്ല, സ്റ്റിഫാകും. അപ്പോൾ പിന്നെ ആൾ താന്നു പോകും. അങ്ങനെ താന്നു പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ കുറച്ച് നീന്തൊക്കെ അറിയാവുന്ന കാരണം പുള്ളിക്കാരൻ മലന്ന് കിടക്കാൻ നോക്കി കടലിൽ. കുറച്ച് നേരം കിടന്നതായിട്ട് പിന്നെ ബോധം പോയി. കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് പിന്നെ ബോധം പോയി. ഇവർ 45 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞാണ് ഇവർ ആളെ കിട്ടണത്. ആളെ കിട്ടുമ്പോൾ അവർക്ക് ഒന്നും അവർ നിൽക്കുക നോക്കുമ്പോൾ തലയുടെ ഈ മൂക്ക് മാത്രം മുകളിൽ ഇങ്ങനെ നിർത്തിക്കുന്നുണ്ട്, മൂക്ക് മാത്രം. ഇതിൻ്റെ ഫുൾ ബോഡി ഇങ്ങനെ തിരശ്ചീനമായിട്ട് നമ്മളിങ്ങനെ ലംബമായിട്ട് വെള്ളത്തിൽ അകത്ത് നിൽക്കുകയാണ്. അത് എത്ര വലിയ എക്സ്പേർട്ടായാലും വിശദീകരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൾ മരവിച്ച് പോയി, ബോധവും പോയി മരവിച്ച ആൾ നിൽക്കുകയാണ് ഇങ്ങനെ കടലിൻ്റെ ഉള്ളിൽ. ബോധവും പോയി മരവിച്ച ആൾ 45 മിനിറ്റ് 3/4 മണിക്കൂർ എന്നൊക്കെ ചിന്തിച്ചേക്കുക. ബോധം പോയി സർവാംഗം മരവിച്ച ആൾ. ഇയാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആശുപത്രി കൊണ്ടുപോയിട്ട് പോലും 3-4 ആശുപത്രി മാറിയിട്ടാണ് ഇയാളൊന്ന് ബോഡി ചൂടാക്കി എടുത്ത് കുറേ വർക്ക് ചെയ്തപ്പോഴാണ് ബോധത്തിലേക്ക് വന്നത്. പക്ഷേ ബോധം പോയി മരവിച്ച ആൾ 45 മിനിറ്റ് കടലിൽ മുങ്ങി നിൽക്കുകയാണ്. മൂക്ക് മാത്രം മുകളിലുണ്ട്. അപ്പോൾ മൂക്ക് മാത്രം മുകളിൽ ഒരു മരവിച്ച ആളിന് ബോധം പോയ ആളിന് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, ടെക്നിക്കായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രാങ്ക്ലിൻ പറയണത്, ഞാൻ ഉടമ്പടി പുതുക്കിയ കാരണം അമ്മ എൻ്റെ മൂക്ക് മുകളിൽ കൊണ്ടുവന്ന് കടലിൽ എന്നെ താങ്ങി നിർത്തിയത് 45 മിനിറ്റുള്ള സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ സാന്നിധ്യത്തിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ജൂലൈ മാസത്തിൽ എടുത്ത ഉടമ്പടിയാണ്. ഒക്ടോബർ മാസം 15-ാം തീയതി അദ്ദേഹം അത് പുതുക്കിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 15-ാം തീയതി അത് പുതുക്കിയതാണ്. അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം, ഇത് സാധ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ബോധം പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കടൽ ചെയ്യണതെല്ലാം ബോഡി വെയിറ്റ് അനുസരിച്ച് കടലാണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ചിലപ്പോൾ തലകുത്തി താഴെ പോയെന്ന് വരും. പിന്നെ 3-ാം ദിവസമേ പൊങ്ങത്തുള്ളൂ. പിന്നെ എവിടെയാണ് തലകുത്തി താഴെ പോയാൽ പിന്നെ പൊങ്ങണ എവിടെയാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടൂർ ഈ നേരെ പടിഞ്ഞാറ് വശത്ത് ഒരാളിതുപോലെ മിസ്സായി. 3 ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ല. പിന്നെ ഞാൻ ആ വീട്ടിൽ പോയി, അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് കാട്ടൂർ വീട്ടിൽ പോയിട്ട് അവരോട് അവിടെ മുറിയുന്നുണ്ട്. അവരെല്ലാവരും സങ്കടത്തിലല്ലേ, ഡെഡ് ബോഡി പോലും കിട്ടണില്ല. പിന്നെ ആ വീട്ടിൽ രാത്രി ഞാൻ അവിടെ കൂടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാതാവിന് അവരോട് പറഞ്ഞു 72 ദിവസം 72 മണിക്കൂർ ഡേറ്റ് ഇട്ട്. ആ ഡേറ്റ് ഇട്ടണ അതാണ്, നമ്മളൊരു ഡേറ്റ് ഇട്ടാൽ അമ്മയും നമ്മളും തമ്മിൽ ഉടമ്പടി റിലേഷൻസ് ഉണ്ടെങ്കിൽ അമ്മ അത് ഹോണർ ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് നേവി വന്ന്, ഹെലികോപ്റ്റർ വന്ന്,
വേറെ കപ്പൽ വന്ന് കോസ്റ്റ് ഗാർഡ് വന്ന് അവർക്ക് എവിടെയും ലെക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, ആൾ ഡെഡ് ആയിട്ട് താഴെ കിടക്കുകയല്ലേ. അപ്പോൾ ഇത് ഒഴുകിപ്പോകുമോ, ചുറക് തിന്നുമോ എന്നൊന്നും അറിയത്തില്ല. ചുറക് തിന്നെങ്കിൽ നിമിഷങ്ങൾ മതിയല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് 72 മണിക്കൂർ എന്ന് പറഞ്ഞ് ആ വീട്ടുകാരോട് പറഞ്ഞു. 72 മണിക്കൂർ ആളെ കണ്ടില്ല, ഞാൻ കൃപാസനത്തിൽ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മയുമായിട്ട് നമുക്ക് കൊടുത്ത ഡേറ്റാണ്, സമയമാണത്. അമ്മ സമയത്തിൻ്റെ മാതാവല്ലേ, അപ്പോൾ അമ്മ അത് ഹോണർ ചെയ്യും. അപ്പോൾ 72 മണിക്കൂർ എടുത്തില്ല, പിറ്റേ ദിവസം രാവിലെ തന്നെ ആളെ കിട്ടി. മരിച്ചുപോയി, എന്നാലും കിട്ടി. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു ഫ്രാങ്കലിനും. ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഫ്രാങ്കലിനും. അവിടെയാണ് ഉടമ്പടിയുടെ പ്രത്യേകത. അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും. അമ്മ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും. എന്നിട്ട് ഈ മൂക്ക് മാത്രം മോളിൽ കാണിച്ചുകൊണ്ട് ഈ കടലിൽ ഇങ്ങനെ താങ്ങി കയ്യെ നിർത്തുമെന്ന് പറഞ്ഞാൽ അത് കടലിൽ പോയവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, നടക്കാത്ത കാര്യമാണെന്ന്. മൂക്ക് മാത്രം പുറത്ത് വെള്ളത്തിന് മുകളിൽ കാണിച്ചുകൊണ്ട് ആളെ ഇങ്ങനെ തിരശ്ചീനമായിട്ട് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അത് ആരെങ്കിലും ഇങ്ങനെ കൈ പിടിച്ച് നിർത്താതിരിക്കാൻ പറ്റത്തില്ല. അതേ നമുക്ക് ബോധം ഉണ്ടാകണം. ബോധം ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചടിച്ചിങ്ങനെ പതപ്പിച്ച് നിൽക്കാം. അത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആ പതപ്പിലൊക്കെ തീരും, മസിൽ വെട്ടി കയറി പോവും. ഇതിങ്ങനെ ഈ ഡെഡ് ബോഡി നിൽക്കുന്ന സംഭവത്തിന് മൂക്ക് മുകളിൽ നിർത്തിക്കൊണ്ട് കയ്യെ താങ്ങിക്കൊണ്ട് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉടമ്പടി ബന്ധമാണത്. സംരക്ഷണം, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഉടമ്പടിയുടെ സംരക്ഷണം എവിടം വരെ ഉണ്ടെന്ന് നമുക്കൊരു പിടിയില്ല അത്രക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെ ഉടമ്പടിയുടെ ഒരു വിഷയം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വസ്തു വിൽക്കണം എന്നുള്ള വിഷയം, വസ്തു വിറ്റില്ലല്ലോ, ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ അളിഞ്ഞ മോന്തയം കയറിയിരിക്കുന്ന ആൾക്കാണ്. ഈ ഒരു ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സബ്ജക്റ്റ് അതായിരിക്കാം, പക്ഷേ ഇതെന്ന് പറയുന്നത് നല്ല കവറേജുള്ള സംഭവമാണ്. ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യല്ലേ, അപ്പം ജീവന് വരെ അത് കവറേജ് ആണെന്നല്ലേ അവസാനത്തെ തെളിവുകൾ, ഫ്രാങ്കിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ റിലേഷൻസ് പോകാതിരിക്കാൻ നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു വിഷയം അത് ചിലപ്പോൾ പഠനമാകാം, പ്രാർത്ഥനയാകാം, വിവാഹമാകാം. നിങ്ങൾ ഇപ്പം കുടുംബിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന് ലാഗിങ് ഉണ്ടായാലും നിങ്ങൾ ഉടമ്പടിയിൽ അതിൻ്റെ പ്രതിഫലനം കാണിക്കരുത്. ആൾക്കാർക്ക് പറയുന്ന അബദ്ധം അതാണ്. അവർ പറയുന്ന പെർട്ടിക്കുലർ പ്രശ്നങ്ങൾക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ സമയമായില്ലെങ്കിലും അവർ അത് നടന്നില്ലല്ലോ, കാനഡ PR ഒത്തില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ PR വിഷയത്തിന് മാത്രം മാതാവിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ ഉടമ്പടിയിൽ ലാഗിങ് ഉണ്ടാക്കും. അത് നമ്മൾ തിരുത്തണം. കാര്യം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം മാത്രമല്ല, ജീവന് വരെ പരിരക്ഷ നൽകിക്കൊണ്ടെന്നുള്ള ഒരു വലിയ സംരക്ഷണ കവറേജാണ് ഉടമ്പടിയിലൂടെ. ദൈവം തന്നോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന മക്കളെ ദൈവം കാണുന്നത് സ്വന്തമായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ജെറമിയ പുസ്തകമില്ലേ, ജെറമിയ 31:31 എടുത്തേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ജെറമിയ 31:31. കർത്താവ് അരുളി ചെയ്യുന്നു, പറഞ്ഞ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. അടുത്ത വായിച്ചോളൂ. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ലാതെ ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. ഇതാ പ്രശ്നം. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. അപ്പൊ ഉടമ്പടിയിൽ ജനങ്ങൾക്ക് വരുന്ന വിഷയം, ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും, ജീവന്റെ മേലും കർത്താവായിട്ട് സംരക്ഷണമായിട്ട് നിന്നാലും ജനങ്ങളുടെ കാര്യങ്ങൾ അവർ പ്രാധാന്യം അപ്പം കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പം പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ലാഗിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ലംഘിക്കും. ഇത് ഉടമ്പടിയുടെ ഒരു ഡേഞ്ചർ സോണാണ്. കാര്യം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഒരു വസ്തുവുമായിട്ടല്ല, ഒരു വസ്തുവിൻ്റെ ബേസ് ചെയ്തല്ല.
എല്ലാ ആൾക്കാരും സംഭവിക്കുന്നത് അവർ ഉടമ്പടി ചെയ്യണത് ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ ചെയ്യണം. ഇപ്പോൾ കല്യാണം, മക്കളുടെ കല്യാണം ഒത്തുവരാത്തവർ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യും. മക്കളില്ലാത്തവർ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യും. പക്ഷേ ഉടമ്പടി വിഷയത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഉടമ്പടി വിഷയബേസ്ഡ് ബന്ധി അല്ലത്, വ്യക്തിബന്ധിയാണ്. അവിടെയാണ് പ്രശ്നം വരണത്. അത് സീരിയസ് പ്രശ്നമാണ്. ഉടമ്പടി നമ്മൾക്ക് പലർക്കും വിഷയബന്ധിയാണ്. പക്ഷെ ഉടമ്പടി അതിൻ്റെ നിലനിൽപ്പിലെ വ്യക്തിബന്ധിയാണ്. വിഷയമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ വിഷയങ്ങൾക്കും വ്യത്യസ്ത വിഷയങ്ങൾക്കും ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. പക്ഷെ എൻ്റെ വിഷയം ഞാൻ വിചാരിക്കുന്ന വിഷയം വിചാരിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ ഞാൻ പിതാക്കന്മാരെ പോലെ ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽ ജനം ചെയ്തതുപോലെ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. വിഷയത്തോടല്ല വ്യക്തിയാകുന്ന അങ്ങയോടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ന ബോധ്യത്താൽ എന്നെ വളർത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ പേര് ശാലിനി. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് അമ്മ മാതാവിനോടും ഈശോയോടും ഈ കൃപാസനം എന്ന ഈ പുണ്യഭൂമിയിൽ, ഈ മണ്ണിൽ ഞങ്ങളെ ചവിട്ടാൻ അനുവദിച്ചതിന് ഈശോയോടും അമ്മ മാതാവിനോടും കോടാനുകോടി നന്ദി പറയുന്നു. പാപികളായ ഞങ്ങളെ ഈ മണ്ണിലേക്ക് ചവിട്ടാൻ അനുവദിച്ചതിന് ഈശോയോട് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ്. എൻ്റെ പേര് ശാലിനി. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. ഞാനിവിടെ ജൂലൈ 5, 2022 ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ 9 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കോവിഡ് വാക്സിൻ എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ സെക്കൻഡ് വാക്സിൻ എടുക്കാനായിട്ട് ഞാൻ പോയി. അവിടെ ചെന്ന് സെക്കൻഡ് വാക്സിൻ എടുത്തിട്ട് വന്നപ്പോൾ സാധാരണ പോലെ പനിയും തളർച്ചയും എല്ലാം എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴുത്ത് വേദനയും ഉണ്ടായിരുന്നു. അതങ്ങനെ ഇരിക്കെ പാരസെറ്റമോൾ ഗുളികയും എല്ലാം കഴിച്ചു, എന്നിട്ട് ഒരു കുറവുമില്ല. ഡോക്ടറെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു 2 ആഴ്ചക്കകം മാറും, ഇത് കൊറോണയുടെ വാക്സിൻ്റെ ഇതുകൊണ്ടുള്ളതാണ്, അത് മാറിക്കോളും, 2 ആഴ്ച റെസ്റ്റ് എടുത്താൽ മതി, മാറിക്കോളൂ എന്ന് പറഞ്ഞു. 2 ആഴ്ചയായിട്ടും ഒരു കുറവും ഇല്ലായിരുന്നു. വീണ്ടും ആശുപത്രിയിൽ പോയി. കഴുത്ത് വല്ലാത്ത വേദനയും കൈ രണ്ടും എടുക്കാനൊക്കാത്ത വിധം വേദനയായിട്ട് മാറി. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കി. അതിലൊന്നും കാണുന്നില്ല, ഒന്നും തെളിയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഡോക്ടറെ കാണിച്ചു. 2 ആഴ്ച ഗുളിക തന്നു. ആ ഗുളിക കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ പറഞ്ഞു MRI സ്കാനിങ് എടുത്ത് നോക്കാം, MRI എടുത്ത് നോക്കാം, അപ്പോഴറിയാം എന്താണ് കാര്യമെന്ന് അറിയാമെന്ന് പറഞ്ഞു. MRI എടുത്തപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഡിസ്ക് തള്ളി നിൽക്കുകയാണ്, 2 ഡിസ്കുകൾ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഗുളിക കഴിച്ചാൽ മതി, അതിൽ കൂടെ എക്സസൈസൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് മാറും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തു, മാസങ്ങൾ ചെയ്തു. 1 മാസം ചെയ്തു, കുറയുന്നില്ല. എല്ലാ മരുന്നുകളും കഴിക്കുന്നുണ്ട്, കുറയുന്നില്ല. ആശുപത്രികൾ ഓരോന്നായിട്ട് മാറി ചികിത്സിക്കാൻ തുടങ്ങി. ജനറൽ ആശുപത്രിയിൽ പോയി, അവിടെയും ചികിത്സിച്ചു, അവിടെയും ഒരു കുറവും കാണുന്നില്ല. അങ്ങനെ വീണ്ടും ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു, അതിലും ഒരു കുറവില്ല. പിന്നെ പറഞ്ഞു ആയുർവേദം ചികിത്സ നോക്കാം എന്ന് പറഞ്ഞ് ആയുർവേദത്തിലോട്ട് പോയി, അതിലും ഒരു കുറവുമില്ല. അങ്ങനെ അവസാനം മെഡിക്കൽ കോളേജിലേക്ക് വിടേണ്ട അവസ്ഥയിലെത്തി. 5 മാസങ്ങൾ വരെ ആയപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തി. അവിടെ എത്തിയപ്പോൾ ഈ അസുഖം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് രാത്രി കാലങ്ങളിൽ 12 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഞെട്ടി ഉണരും. പേടി സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി ഉണരും, എനിക്ക് ഉറക്കമില്ല. അങ്ങനെ ആ ഒരു ദിവസം ആ കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ഒരു ദിവസം ഉറക്കമില്ല. രാത്രി ആയാലും പകലായാലും എനിക്ക് കണ്ണടയ്ക്കാൻ ഒക്കത്തില്ല. ഇരുന്ന് കണ്ണടച്ചാലും കിടന്ന് കണ്ണടച്ചാലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഞെട്ടി ഉണരും. പടപടാന്നുള്ള നെഞ്ചിടിപ്പാണ് എനിക്ക്. ഇത് കാരണം ഇതെനിക്ക് ആരോട് പറയാൻ വയ്യ. ഈ വേദനയേക്കാൾ കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഈ ദുഃഖമാണ്. അതെനിക്ക് വളരെയധികം കഷ്ടപ്പാടായിരുന്നു. എനിക്ക് ചാരി ഇരുന്ന് പോലും ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞെട്ടി വിറയ്ക്കും.
എനിക്ക് പടപടാ നെഞ്ചെടുപ്പും. ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഉറങ്ങാനുള്ള ഗുളിക തരാം എന്ന് പറഞ്ഞു. ഉറക്ക ഗുളിക തന്ന് അത് കഴിച്ചിട്ടാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഈ അസുഖത്തോടൊപ്പം തന്നെ ഇതും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ മനസ്സാകെ തളർന്നിരിക്കുമ്പോഴാണ് ഞങ്ങളെ അടുത്തുള്ള ഒരു ചേച്ചി, അവരും ഹിന്ദു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ്. അവർ നമ്മൾ പള്ളിയിലെല്ലാം പോവുകയും കുർബാനയെല്ലാം പോവുകയും ചെയ്യുന്ന ആളാണ്. അവർ വന്ന് പറഞ്ഞു, അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം, നീ അതെല്ലാം കാണണം, ആ മെസ്സേജുകളെല്ലാം കേൾക്കണം, സാക്ഷ്യങ്ങളൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞു. അവരയച്ചു തന്ന് ഞാൻ അതൊക്കെ കാണുമായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിലൂടെ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൃപാസനത്തിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കാണുന്നതും കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും സാക്ഷ്യം കാണുന്നതും. അങ്ങനെ ഒരു സാക്ഷ്യം കണ്ടു, 2 എണ്ണം കണ്ടു. അങ്ങനെ സ്ഥിരമായി ഞാൻ ഈ സാക്ഷ്യം കാണാൻ തുടങ്ങി. അപ്പോഴേ എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹമാണ്, എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് വരണം, ഈശോയുടെ അടുത്ത് വരണമെന്ന് വളരെ ആഗ്രഹം തോന്നി. എനിക്ക് ഒന്നിലും ഒരു കുറവുമില്ല. എല്ലാ ചികിത്സാ രീതികളും നമ്മൾ ചെയ്തു, നമുക്കൊരു കുറവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് പോകണം, ഈ പുണ്യഭൂമിയിൽ എനിക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു, എല്ലാം മാറ്റിത്തരും, അമ്മ മാതാവ് മാറ്റിത്തരും, ഉടമ്പടി കാലാവധി 90 ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ഇതിനെല്ലാം മാറ്റിത്തരും, അമ്മ മാതാവ് മാറ്റും എന്ന് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചു. അമ്മ മാതാവിനെ പ്രാർത്ഥിച്ചു. ഞാനിപ്പോഴും അമ്മ മാതാവിൻ്റെ ഈശോയുടെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല, അവിടുത്തെ ആലയത്തിൻ്റെ പുറത്ത് നിൽക്കുവാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. ഇന്ന് ഈ ആൾത്താരയിൽ എന്നെ കയറ്റി നിർത്തി അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ഞാൻ വരുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല, എനിക്ക് ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. ബൈബിള് വായിക്കാൻ അറിയാമെന്നുള്ളതല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് മാതാവിൻ്റെ രൂപമായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല. സിസ്റ്റർ ചോദിച്ചു, എന്താ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാതാവാണ് കിട്ടിയത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് മാതാവിൻ്റെ ആ തിരുരൂപമാണ് എൻ്റെ കയ്യിൽ തന്നെ. അന്ന് മുതൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു, എൻ്റെ കൂടെ മാതാവ് എൻ്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ ഒത്തിരി ഞങ്ങളെ വിശ്വാസത്തിലുള്ള ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളും എല്ലാം ചെയ്ത എൻ്റെ ഈ അസുഖം മാറണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഫലവും കിട്ടിയില്ല. പക്ഷെ ഇവിടെ വന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു, എൻ്റെ കൂടെ അമ്മയുണ്ട്. അമ്മ ഈശോയും ജാതിയും മതവും നോക്കുന്നില്ല. ഏത് മതത്തിലുള്ളവരായാലും അമ്മയെ ഈശോയെ നെഞ്ചു പൊട്ടി വിളിച്ചാൽ അവർ വിളി കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറച്ച് ബോധ്യപ്പെട്ടു. ഞാൻ അമ്മ മാതാവിൻ്റെ തിരുരൂപം കൊണ്ട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. എല്ലാം കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഉടമ്പടി പ്രാർത്ഥിക്കണം, ബൈബിള് വായിക്കണം, പത്രം വിതരണം ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു. അതുപോലെ അതനുസരിച്ച് ഞാൻ അതെല്ലാം ചെയ്തു. അങ്ങനെ ഓരോ മാസവും ധ്യാനത്തിന് വരണമെന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോഴൊന്നും ധ്യാനം കൂടാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഓൺലൈനായിട്ട് ഞാൻ അവിടെ ഇരുന്ന് ധ്യാനം കൂടുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ അമ്മ മാതാവിൻ്റെ ഈ കാശ് രൂപം കൊണ്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ പറഞ്ഞത്, ചികിത്സ 1 മാസം വരെ 2 മാസം വരെ ഗുളിക കഴിക്കാം എന്ന് പറഞ്ഞു. നമുക്ക് കോളറിട്ട് നോക്കാം, കോളറിട്ടാൽ ഇത് ശരിയാവും എന്ന് പറഞ്ഞു. കോളർ തന്നു. ഞാനിവിടെ വരുമ്പോഴെല്ലാം ആ കോളർ ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, കോളർ ഇട്ടിട്ടും കുറവില്ലല്ലോ, നമുക്ക് ഇനി സർജറി ചെയ്യാമെന്നുള്ളതേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, എനിക്ക് സർജറി ചെയ്യാനൊന്നും വയ്യ, എന്നെ ഈ സർജറിയിൽ എന്നെ അകപ്പെടുത്തരുതേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ആ 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ 3-ാമത്തെ പ്രാവശ്യം ഞാനിവിടെ വന്ന് ധ്യാനം കൂടാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ ധ്യാനം ഇല്ലായിരുന്നു. വന്നപ്പോൾ തന്നെ ഞാൻ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, കോളർ ഞാൻ ഇനി ഉപയോഗിക്കുന്നില്ല, ഈ കോളർ ഇനി ഇടാൻ എന്നെ അനുവദിക്കരുതേ, ഞാൻ ഇന്ന് തൊട്ട് ഈ കോളർ ഉപേക്ഷിക്കുകയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ച് ഈ നടയിൽ വെച്ച് തന്നെ ആ കോളർ ഉരുവിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അന്ന് മുതൽ എനിക്ക് എൻ്റെ ആ അസുഖം, എനിക്ക് വേദനകൾ മാറി. എൻ്റെ 2 കൈയും എടുക്കാനൊക്കില്ലായിരുന്നു. എനിക്ക് വീട്ടിലെ ഒരു ജോലികളും ഞാൻ ചെയ്തിരുന്നില്ല. എൻ്റെ ഭർത്താവാണ് എല്ലാ ജോലികളും ചെയ്തിരുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് 2 പേരാണ്. അവരെ കാര്യങ്ങൾ നോക്കുന്നതും ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് വരെയും കഴുകിയിടുന്ന എൻ്റെ ഭർത്താവാണ്. അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അദ്ദേഹം കൂലിപ്പണിക്കാരനാണ്. ആ പണി ചെയ്തിട്ട് വന്നിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, എൻ്റെ മക്കളെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ഇത്രയും പറഞ്ഞു, മാതാവേ, എനിക്ക് ആളിനെ ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, ശക്തി എനിക്ക് തരണേ. എൻ്റെ ഡ്രസ്സ് നനയ്ക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ
നോക്കാനും എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാനുമുള്ള ശക്തി ഈശോയെ നീ എനിക്ക് തരണേന്ന് ഞാൻ എന്നും നെഞ്ചുരുക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയതിൻ്റെ അന്ന് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിൻ്റെ അന്ന് തൊട്ട് എനിക്ക് വേദനകളില്ല. എനിക്ക് ഓരോ ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന തുണികൾ ഞാൻ നനച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് കഴിഞ്ഞു. വീട്ടിലെ പണികൾ ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പം ഞാൻ ഓർത്ത്, അമ്മ മാതാവ്, എനിക്ക് വേദനകളെല്ലാം മാറിയോ? പിറ്റേ ദിവസം മുതൽ എനിക്ക് വേദനയില്ല. ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നു. എൻ്റെ അമ്മ മാതാവ് എന്നെ സുഖപ്പെടുത്തി. ഞാൻ ഉറച്ച് വിശ്വസിച്ചതുപോലെ എൻ്റെ ഉടമ്പടി കാലാവധി തീരുന്നതിന് മുമ്പ് എൻ്റെ മാതാവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അത് സുഖപ്പെട്ടു. അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഞാൻ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ആ സ്വപ്നം കാണുന്നത് മാറി. ഞാൻ അമ്മ മാതാവിൻ്റെ, എനിക്ക് ജപമാല പ്രാർത്ഥന ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്നിട്ട് ഒരു ജപമാല ബുക്ക് വാങ്ങിച്ചു. അത് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല, ഇന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. എനിക്കറിയുന്നുള്ളത് പോലെയാണ് ഞാൻ പ്രാർത്ഥിക്കണേ. അതുപോലെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ ഞാൻ ആ ജപമാല കയ്യിൽ വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. അന്ന് മുതൽ എനിക്ക് കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ അകത്ത് പടപടപ്പ്, പടപടാന്നുള്ള ഇടിയില്ല, കണ്ണ് ഞെട്ടി ഉണരക്കമില്ല. അതെല്ലാം എൻ്റെ അമ്മ മാതാവ് മാറ്റി തന്നു. അത്രയും ബുദ്ധിമുട്ടില്ല. എനിക്ക് ഇരുന്നു കൊണ്ട് പോലും കണ്ണടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നെഞ്ച് നീറി ഞാൻ എൻ്റെ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് എനിക്ക് അത് സുഖപ്പെടുത്തി തന്നു. ഡോക്ടർ പറഞ്ഞു, രണ്ടാമത് നമുക്കൊന്ന് MRI എടുത്ത് നോക്കണം, കഴുത്ത് എങ്ങനെയാണെന്ന് നോക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തു നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കഴിഞ്ഞ നിങ്ങൾ എടുത്ത MRIയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇപ്പോൾ കാണുന്നില്ല, നിങ്ങളെ സ്കാനിങ്ങിൽ ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല, സർജറി ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഗുളികകളെല്ലാം നിർത്താം, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു ഗുളികകളോ മരുന്നുകളോ കഴിച്ചിട്ടില്ല. എൻ്റെ എല്ലാ റിസൾട്ടുകളിലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഇത് കഴിഞ്ഞ റിപ്പോർട്ടിൽ ഇങ്ങനെ അല്ലല്ലോ, ഇപ്പം ഇതെങ്ങനെ മാറിയതെന്ന് ഡോക്ടർ ചോദിച്ചു. അത്ഭുതകരമായി എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു, എന്നെ രക്ഷിച്ചു. ഈ ആൾക്കാരെ കയറി ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ പറയും, അമ്മ മാതാവ്, എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കും. അതുപോലെ ഞാൻ ഇന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്നെ ഒരു സാക്ഷിയായ അമ്മ മാതാവ് ഇവിടെ നിർത്തിയിരിക്കുന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഞാൻ അമ്മ മാതാവിനെ ഞങ്ങൾ കുടുംബമായി ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ നെഞ്ചുപൊട്ടി വിളിക്കുന്ന എല്ലാവരെയും ഈശോ രക്ഷിക്കുമെന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത് എനിക്ക് മനസ്സിലായതാണ്. എന്ന് എൻ്റെ മരണം വരെയും ഞാൻ എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു. എന്നെ ഈ മണ്ണിൽ എത്തിച്ചതിന് 1000 കോടി നന്ദി പറയുന്നു. ഈശോയോട് നന്ദി പറയുന്നു. എൻ്റെ അസുഖങ്ങൾ മാറ്റി തന്നതിന് അമ്മ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയോട് ഒത്തിരി നന്ദി പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഇനിയും എന്നെ ഒരു സാക്ഷിയായി ഉയർത്തണമേ എന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.